വെൽക്കം ടു ടാർഗറ്റ് PSC. 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് നമ്മൾ നോക്കുന്നത്. PSCക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്നതിൻ്റെ കീഴിൽ വരുന്ന രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാർ, പിന്നെ നീതിന്യായ വിഭാഗം, അങ്ങനെ കുറച്ച് കാര്യമാണ്. അപ്പോൾ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെ ഉൾപ്പെടുന്നു എന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി, പിന്നെ മന്ത്രിമാർ, ഇത്രയും പേര് അടങ്ങുന്നതാണ് എന്ത് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം. പിന്നെ വരുന്നത് സ്ഥിരം കാര്യനിർവഹണ വിഭാഗമാണ്. അതിൽ വരുന്നത് സ്ഥിരമായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്, ഉദ്യോഗസ്ഥ വൃന്ദമാണ്. പക്ഷെ ഇവിടെ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാർ, ഇത്രയും പേരാണ് ഇതിലുള്ളത്, രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിലുള്ളത് എന്ന് ഓർത്തു വയ്ക്കാം. ഭരണഘടനാപരമായി രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ. എന്നാൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും നൽകുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് വേണം രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത്. കണ്ടോ, നമ്മൾ ഭരണഘടനാപരമായിട്ട് കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ആര് എന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻ തരും. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഉപരാഷ്ട്രപതി, അങ്ങനെ തരും. നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക, രാഷ്ട്രപതിയാണ് ഭരണഘടനാപരമായി കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ. എന്നാൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും നൽകുന്ന ഉപദേശം അനുസരിച്ചിട്ട് വേണം ആര് പ്രവർത്തിക്കാൻ? രാഷ്ട്രപതി പ്രവർത്തിക്കാൻ. അതേസമയം രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന സാഹചര്യങ്ങളുമുണ്ട്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചനാധികാരങ്ങൾ ഉപയോഗിച്ചിട്ട് രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാം. അല്ലാത്ത സമയത്ത് മറ്റു മന്ത്രിമാരുടെയും പ്രധാനമന്ത്രിയുടെയും ഉപദേശം അനുസരിച്ചിട്ട് വേണം ആര് പ്രവർത്തിക്കാൻ? രാഷ്ട്രപതി പ്രവർത്തിക്കാൻ. ഓക്കെ, ഇനി നമുക്ക് രാഷ്ട്രപതിയെ നോക്കാം കേട്ടോ. രാഷ്ട്രപതി അഥവാ പ്രസിഡന്റ്. ഇന്ത്യയിലെ, ഇവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതിയായിട്ടുള്ള രാജേന്ദ്ര പ്രസാദ്, അതും ഒരു പോയിന്റാണ്. ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് കേട്ടോ. ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവനാണ് രാഷ്ട്രപതി. ഇന്ത്യയുടെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ നമ്മൾ നേരത്തെ പറഞ്ഞു. 35 വയസ്സ് പൂർത്തിയായ, ഏജ് ഓർത്ത് വയ്ക്കണം കേട്ടോ, 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അതും ഓരോ ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരെ? സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാം. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ചോദ്യം ഇങ്ങനെയായിരിക്കും വരിക, രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ടറൽ കോളേജിൽ ആരെല്ലാം ഉൾപ്പെടുന്നു? അപ്പോൾ ഓപ്ഷൻ നമ്മൾ ഏതാ തിരഞ്ഞെടുക്കുന്നത്? പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. 5 വർഷമാണ് രാഷ്ട്രപതിയുടെ കാലാവധി. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വയ്ക്കുക. ഏജ് 35 വയസ്സ് മിനിമം, കാലാവധി 5 വർഷം. പാർലമെൻറ്റ് വിളിച്ചു ചേർക്കുക. ഇനി എന്താണ് രാഷ്ട്രപതിയുടെ റോള് എന്നാ പറയുന്നത്? പാർലമെൻറ്റ് വിളിച്ചു ചേർക്കുക, ലോകസഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? രാഷ്ട്രപതി. പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ. രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിയാണ് ഈ ചുമതലകൾ നിർവഹിക്കുന്നത്. ഓക്കെ അല്ലേ? ഒന്നുകൂടെ നോക്കാം അല്ലേ. രാഷ്ട്രപതി ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവനാണ് രാഷ്ട്രപതി. 35 വയസ്സ് പൂർത്തിയായാൽ ഇന്ത്യൻ പൗരർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാം. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും
തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. 5 വർഷമാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി. പാർലമെൻറ്റ് വിളിച്ചു ചേർക്കുക, ലോകസഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെയും മന്ത്രിയെയും നിയമിക്കുക, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ. രാഷ്ട്രപതി രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഉപരാഷ്ട്രപതിക്ക്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിയാണ് ഈ ചുമതല നിർവഹിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് പ്രധാനമന്ത്രി, പ്രൈം മിനിസ്റ്റർ. നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ള ആളുകളെ വെച്ച് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണല്ലേ. അപ്പോൾ നമ്മൾ പ്രധാനമന്ത്രിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ നരേന്ദ്രമോദിയെ ഓർത്തിട്ട് വേണം കണക്ട് ചെയ്ത് പഠിക്കാൻ. അപ്പോൾ നമുക്ക് ഒരിക്കലും അതിലത്തെ പോയിന്റ്സ് വിട്ടുപോവില്ല. ഓക്കെ. രാജ്യത്തെ ഭരണത്തലവനായ പ്രധാനമന്ത്രി ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിൻ്റെയും നേതാവാണ്. എന്താണ്? രാജ്യത്തെ ഭരണത്തലവനാണ് ആര്? പ്രധാനമന്ത്രി. ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിൻ്റെയും നേതാവാണ്. മന്ത്രിസഭ രൂപീകരിക്കുന്നതും മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. ഓക്കെ. മന്ത്രിസഭ രൂപീകരിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രി. മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതും ആരാണ്? പ്രധാനമന്ത്രിയാണ്. മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്താനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്തുവാനും ഒഴിവാക്കുവാനുമുള്ള അധികാരം പ്രധാനമന്ത്രിക്കുണ്ട്. ഓക്കെ. അപ്പോൾ മന്ത്രിമാരുടെ കാര്യങ്ങളൊക്കെ ഒരു നിയന്ത്രണം ആർക്കാണ്? പ്രധാനമന്ത്രിക്കാണെന്ന് ഒരു മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. മന്ത്രിസഭ രൂപീകരിക്കുന്നത്, മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നത്, മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്തുന്നത്, ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നു, ഒഴിവാക്കുന്നു, ഇത്തരത്തിലുള്ള മന്ത്രിമാരുടെ കാര്യങ്ങളിലെല്ലാം അധികാരം ആർക്കാണ്? പ്രധാനമന്ത്രിക്കാണ്. രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെൻറ്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായി പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നു. ഇത് ചില എക്സാംസിന് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെൻറ്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണി ആരാണെന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രിയാണ്. 5 വർഷ കാലാവധിക്ക് മുമ്പായി ലോകസഭയിലെ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രി എന്ത് ചെയ്യണം? രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ച് പദവി ഒഴിയേണ്ടതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, രാഷ്ട്രപതി രാജിക്കത്ത് കൊടുക്കുന്നത് ആർക്കാണ്? ഉപരാഷ്ട്രപതിക്കാണ് അല്ലേ. പ്രധാനമന്ത്രി ആർക്കാണ് രാജി സമർപ്പിക്കേണ്ടത്? രാഷ്ട്രപതിക്കാണ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. പ്രധാനമന്ത്രി രാജ്യത്തെ ഭരണത്തലവനാണ്. ലോകസഭയിൽ ഭൂരിപക്ഷം ഉള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിൻ്റെയും നേതാവാണ്. മന്ത്രിസഭ രൂപീകരിക്കുന്നതും മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്താൻ, ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്താൻ, ഒഴിവാക്കാൻ എല്ലാം അധികാരം പ്രധാനമന്ത്രിക്കുണ്ട്. രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെൻറ്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് പ്രധാനമന്ത്രി. 5 വർഷമാണ് കാലാവധി. അതിനു മുൻപ് ലോക്സഭയിലെ ഭൂരിപക്ഷം എന്തെങ്കിലും കാരണവശാൽ നഷ്ടം വരികയാണെങ്കിൽ പ്രധാനമന്ത്രി എന്ത് ചെയ്യണം? രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ചിട്ട് പദവി ഒഴിയണം. ഓക്കെ. 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 ഇനി ഇവിടെ കുറച്ച് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ കണ്ടെത്തണം. നോക്കാം അല്ലേ. കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ പ്രധാനമന്ത്രിയാണ്. ആണോ? അല്ല. കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ആരാണ്? രാഷ്ട്രപതിയാണ് അല്ലേ. അപ്പോൾ ഇത് തെറ്റാണ്. രാഷ്ട്രപതിയാണ്. ഓക്കെ അല്ലേ. രാഷ്ട്രപതിക്ക് വിവേചനാധികാരമുണ്ട്. ശരിയാണോ? ആണ്. വിവേചനാധികാരമുണ്ട് എന്ന് പഠിച്ചു അല്ലേ. രാഷ്ട്രപതിക്ക് വിവേചനാധികാരം ഉണ്ട്. മന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രിയാണ്. ആണോ? അതെ അല്ലേ. മന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രിയാണ്. പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപൻ പ്രധാനമന്ത്രിയാണ്. ആണോ? അല്ല. പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപൻ രാഷ്ട്രപതിയാണ്. അപ്പോൾ ഇത് തെറ്റ്. ഇതും രാഷ്ട്രപതിയാണ്. ഗവർണർമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ആണോ? ആണ് അല്ലേ. നേരത്തെ വായിച്ചു നമ്മൾ. ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് പ്രധാനമന്ത്രിക്കാണ്. ആണോ? രാഷ്ട്രപതി
രാജി സമർപ്പിക്കുന്നത് പ്രധാനമന്ത്രിക്കല്ല, ആർക്കാണ്? ഉപരാഷ്ട്രപതിക്കാണ്. അപ്പോൾ ഇത് തെറ്റാണ്. ഗവർണറാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്. ആണോ? അല്ല അല്ലേ? ലോക്സഭയിലെ ഭൂരിപക്ഷം നോക്കിയിട്ടാണ്. അപ്പോൾ ഇതും തെറ്റാണ്. രാഷ്ട്രപതിയെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്ന സമിതിയാണ് മന്ത്രിസഭ. ഇതിൻ്റെ തലവൻ പ്രധാനമന്ത്രിയാണ്. മന്ത്രിസഭയുടെ പ്രധാന ചുമതല എന്തെല്ലാമെന്ന് നോക്കാം. എന്തൊക്കെയാണ്? രാജ്യഭരണം നിർവഹിക്കുക, ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക, ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക, നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക, ഭരണപരവും ക്ഷേമപരവും ആയ മറ്റ് നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക. ഇതെല്ലാമാണ് മന്ത്രിസഭയുടെ ചുമതലകൾ. ജസ്റ്റ് വായിച്ചാൽ മതി കേട്ടോ. ഇനി സ്ഥിര കാര്യനിർവഹണ വിഭാഗം. അപ്പോൾ നമ്മളിപ്പോൾ രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഒക്കെ നോക്കിയല്ലേ, മന്ത്രിമാർ. അപ്പോൾ അതെന്തായിരുന്നു? നമ്മൾ എന്ത് ടോപ്പിക്കിൻ്റെ അടിയിലാണ് പഠിച്ചത്? ഇതാ, രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം അല്ലേ. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാർ, ഇത്രയും പേരാണ് എന്തിലുള്ളത്? രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിൽ ഉള്ളത്. എന്നാൽ അടുത്തൊരു വിഭാഗമാണ് സ്ഥിര കാര്യനിർവഹണ വിഭാഗം, പെർമനൻ്റ് എക്സിക്യൂട്ടീവ്. അതായത് ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതിനും ബജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപീകരിക്കുന്നതിൽ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കാനും വേണ്ടിയിട്ട് ഒരു ബ്യൂറോക്രസി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദമുണ്ട്. അതായത് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാരൊക്കെ ഉൾപ്പെടുന്നത്. അപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് ബില്ലുകൾ രൂപീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അവർക്ക് മാത്രം ചെയ്യാൻ പറ്റില്ല. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദ്യോഗസ്ഥ വൃന്ദം, കുറേ ഉദ്യോഗസ്ഥരെ ആവശ്യമുണ്ട്. ഇതാണ് നമ്മൾ ബ്യൂറോക്രസി അഥവാ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ്, അതായത് മത്സര പരീക്ഷകളിലൂടെയാണ്, എക്സാംസ് എഴുതിയിട്ട് അതിൽ പാസ്സാവുന്നവരെ ഇൻ്റർവ്യൂ എല്ലാം നടത്തിയിട്ടാണ് എങ്ങനെ എടുക്കുന്നത്? ഈ ഒരു സ്ഥിര കാര്യനിർവഹണ വിഭാഗത്തിലേക്ക് എടുക്കുന്നത്. അവർക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വൈദഗ്ധ്യമുള്ള ആളുകളാണ് ഈ വിഭാഗത്തിലുള്ളത്. മറ്റേത് രാഷ്ട്രീയപരമായിട്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളുകളാണെങ്കിൽ ഇവർ എക്സാംസ് എഴുതിയിട്ട് വരുന്നവരാണ് സ്ഥിര കാര്യനിർവഹണ വിഭാഗത്തിലുള്ളവർ. നിശ്ചിത റിട്ടയർമെൻറ്റ് പ്രായം വരെ കാലാവധി ഉള്ളവരാണ് ഇവരെയാണ് നമ്മൾ മറ്റേത് നമുക്കറിയാലേ 5 വർഷമെല്ലാം കാലാവധി കണക്കുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ കാലാവധി ഇല്ല. റിട്ടയർമെൻറ്റ് ഏജ് വരെ ഇവരിവിടെ ജോലി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു കാര്യനിർവഹണ വിഭാഗം എന്നുള്ളൊരു പോർഷൻ നമ്മുടെ കഴിഞ്ഞു. അടുത്തത് നീതിന്യായ വിഭാഗമാണ്. നമുക്കറിയാം നീതിന്യായ വിഭാഗം, അതായത് നമുക്ക് നീതി ലഭിക്കാൻ കേസുകളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത് എവിടെയാണ്? കോടതിയാണല്ലേ. അപ്പോൾ ഈ കോടതി, അതായത് സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, കീഴ്ക്കോടതി, ഇതെല്ലാം ഉൾപ്പെട്ടതാണ് നമ്മുടെ നീതിന്യായ വിഭാഗം. മുകളിൽ പറഞ്ഞിരിക്കുന്ന നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങൾ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന സംവിധാനമാണ് നീതിന്യായ വിഭാഗം. പൗരരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കുന്നു. അതുകൊണ്ട് നീതിന്യായ വിഭാഗം ഭരണഘടനയുടെ കാവലാൾ, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നത് ആരാണ്, അല്ലെങ്കിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അതെന്താണ്? നീതിന്യായ വിഭാഗമാണ് കേട്ടോ. പൗരരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കുന്നു. അതുകൊണ്ട് നീതിന്യായ വിഭാഗം എന്തറിയപ്പെടുന്നു? ഭരണഘടനയുടെ കാവലാൾ. നീതിന്യായ വിഭാഗം അറിയപ്പെടുന്നത് ഭരണഘടനയുടെ കാവലാൾ. ഓക്കെ. കാര്യക്ഷമമായ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ നീതിന്യായ സംവിധാനം ആവശ്യമാണ്. 2 കുട്ടികൾ പരസ്പരം സംസാരിക്കുന്ന ഒരു സംഭാഷണം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കൂ അമ്മു, സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ ഒരു ഏക സംയോജിത ജുഡീഷ്യൽ സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. പിരമിഡിൻ്റെ രൂപത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന നമ്മുടെ ജുഡീഷ്യൽ വ്യവസ്ഥയിൽ മുകളിലേക്ക് പോകുന്തോറും കോടതികളുടെ എണ്ണം കുറയും, പക്ഷേ അധികാരങ്ങളുടെ എണ്ണം കൂടും. താഴേക്ക് വരുന്തോറും കോടതികളുടെ എണ്ണം കൂടുന്നു, പക്ഷേ അധികാരങ്ങൾ കുറയുന്നു. ഓക്കെ. അപ്പോൾ ഈ കീഴ്ക്കോടതി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കോടതികളുണ്ടായിരിക്കും. നമുക്ക് സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? ഒന്നേ ഉള്ളൂ അല്ലേ. സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ ആകെ ഒന്നേ ഉള്ളൂ. അപ്പോൾ ഈ സുപ്രീം കോടതി, പക്ഷേ ഏറ്റവും കൂടുതൽ അധികാരം പവർഫുൾ ആരാണ്? സുപ്രീം കോടതിയാണ്. ഇനി അതിനേക്കാൾ കൂടുതൽ എണ്ണം ഉണ്ട് എന്ത്? ഹൈക്കോടതി. പക്ഷേ ഹൈക്കോടതികൾക്ക് സുപ്രീം കോടതിയേക്കാൾ കുറച്ച് അധികാരമേ ഉള്ളൂ, പക്ഷെ ജില്ലാ കോടതികളേക്കാൾ കൂടുതലുണ്ട്. പിന്നെ താഴെ ജില്ലാ കോടതി, അതിനേക്കാളും താഴെ കീഴ്ക്കോടതി. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം സുപ്രീം കോടതി നോക്കാം.
നമ്മുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി നിലവിൽ വന്നത്, ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഡേറ്റും ഇയറും ഓർത്ത് വയ്ക്കുക, 1950 ജനുവരി 28. ഓക്കെ, നമ്മുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28 ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി 65 വയസ്സാണ്. ജഡ്ജിമാരെ കാലാവധിക്ക് മുമ്പായി നീക്കം ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ്. ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജി സമർപ്പിക്കുന്നതും രാഷ്ട്രപതി മുമ്പാകെയാണ്. വിവിധ തരത്തിലുള്ള നിയമതർക്കങ്ങൾക്ക് പരിഹാരം നൽകുന്നതോടൊപ്പം സുപ്രീം കോടതി ഭരണഘടനയുടെ പരമോന്നത വ്യാഖ്യാതാവായും മൗലികാവകാശങ്ങളുടെ സംരക്ഷകരായും നിലകൊള്ളുന്നു. ഓക്കെ, സുപ്രീം കോടതി പരമോന്നത നീതിപീഠമാണ്. 1950 ജനുവരി 28 നിലവിൽ വന്നത്. ആസ്ഥാനം ന്യൂഡൽഹി. ജഡ്ജിമാരുടെ കാലാവധി 65 വയസ്സ്. ജഡ്ജിമാരുടെ കാലാവധിക്ക് മുന്നേ നീക്കം ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ്. ചീഫ് ജസ്റ്റിസും അതുപോലെ മറ്റ് ജഡ്ജിമാരും എല്ലാം സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജി സമർപ്പിക്കുന്നതൊക്കെ രാഷ്ട്രപതിക്ക് മുന്നാണ്. വിവിധ തരത്തിലുള്ള നിയമധർമ്മങ്ങൾക്ക് പരിഹാരം നൽകുന്നു എന്ന് മാത്രമല്ല, ഭരണഘടനയുടെ പരമോന്നത വ്യാഖ്യാതാവായും മൗലികാവകാശങ്ങളുടെ സംരക്ഷകരായും നിലകൊള്ളുന്നു. ഓക്കെ, ഈ സുപ്രീം കോടതിയുടെ അധികാരങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്ഭവാധികാരം. സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളാണ് ഉത്ഭവാധികാരങ്ങളുടെ പരിധിയിൽ വരുന്നത്. അതായത് കേന്ദ്ര സംസ്ഥാന തർക്കങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹൈക്കോടതിക്കോ ജില്ലാ കോടതിക്കൊന്നും പരിഹരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ വന്നാൽ അത് സുപ്രീം കോടതിക്ക് മാത്രമാണ് പരിഹരിക്കാൻ പറ്റുള്ളൂ. അതാണ് ഉത്ഭവാധികാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം. സുപ്രീം കോടതി ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏതൊരു കീഴ്ക്കോടതിയുടെയും വിധിയിന്മേൽ വരുന്ന അപ്പീലുകൾ സ്വീകരിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലൊരു കോടതി, ആ ഒരു കോടതിയിൽ ഒരു കേസ് നടന്നൊരു വിധി വന്നു. അങ്ങനെ വിധി വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഓക്കെ അല്ല. അപ്പോൾ നമ്മൾ എന്ത് പോകുന്നു? നമ്മൾ അപ്പീൽ പോയി കഴിഞ്ഞാൽ ആ അപ്പീലുകൾ സ്വീകരിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതി. നമുക്ക് സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോവാം. അതാണ് അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം. ഇനി ഉപദേശക അധികാരം. രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമ ഉപദേശം നൽകുവാൻ സുപ്രീം കോടതിക്ക് ഭരണഘടനാപരമായ അധികാരമുണ്ട്. അപ്പോൾ ഏതൊരു വിഷയം, അതായത് രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏത് വിഷയത്തെക്കുറിച്ചും നിയമ ഉപദേശം നൽകുവാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട് എന്നാണ് പറയുന്നത്. ഇനി റിട്ട് അധികാരം. അതായത് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവയുടെ സംരക്ഷണാർത്ഥം റിട്ടുകളുടെ രൂപത്തിൽ പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. നമ്മൾ പല റിട്ടുകൾ പഠിച്ചിട്ടുണ്ട്. മാൻഡമസ്, ഹേബിയസ് കോർപ്പസ്, കോ വാറണ്ടോ എന്നൊക്കെ പറഞ്ഞ് റിട്ടുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിട്ട് അധികാരം എന്ന് പറയുന്നത് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവയുടെ സംരക്ഷണാർത്ഥം, മൗലികാവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് സുപ്രീം കോടതിയാണല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സംരക്ഷണാർത്ഥം റിട്ടുകളുടെ രൂപത്തിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. പുനരവലോകന അധികാരം. അതായത് ഭരണഘടനയുടെ സംരക്ഷകർ എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിൽക്കുന്നത് അതിൻ്റെ നീതിന്യായ പുനരവലോകന അധികാരമാണ്. ഇത്രയും അധികാരം സുപ്രീം കോടതിക്കുണ്ട്. അതിൽ ഈ ഉത്ഭവാധികാരമാണ് ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്. ബാക്കി നമുക്ക് വായിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ. പക്ഷെ ഉത്ഭവാധികാരം എന്താന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങൾ ആണ് ഇതിൽ പെടുന്നത്. എക്സാമ്പിൾ കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ. ഓക്കെ, നീതിന്യായ പുനരവലോകനം. പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളുടെയും കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും ഭരണഘടനാ സാധുത പരിശോധിക്കാനും അവ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് ബോധ്യമായാൽ അവയെ ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കുവാനും ഉള്ള സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമാണ് നീതിന്യായ പുനരവലോകന നിയമം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നീതിന്യായ പുനരവലോകന നിയമം എന്താണെന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളുടെയും കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും ഭരണഘടനാ സാധുത പരിശോധിക്കാനും അവ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് ബോധ്യമായാൽ അവയെ ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കുവാനും ഉള്ള സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമാണ് നീതിന്യായ പുനരവലോകന അധികാരം. ഓക്കെ അല്ലേ? ഇനി പരസ്പര നിയന്ത്രണവും അധികാര സന്തുലനവും. ഭരണഘടനാപരമായി ഗവൺമെന്റിന്റെ അധികാരങ്ങൾ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ 3 വിഭാഗങ്ങൾക്കായി വിഭജിച്ച് നൽകിയിരിക്കുന്നു. എന്നിരുന്നാലും ഇവയ്ക്കിടയിൽ യുക്തിസഹമായ ഒരു പരസ്പര നിയന്ത്രണവും ഏകോപനവും അധികാരപ്രയോഗത്തിലെ സന്തുലനവും സാധ്യമാക്കുവാൻ
നമ്മുടെ ഭരണഘടന ശ്രമിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു നിയമനിർമ്മാണം, നീതിന്യായം, കാര്യനിർവഹണം എല്ലാം പഠിച്ചു അല്ലേ? പക്ഷെ ഇതെല്ലാം സെപ്പറേറ്റ് ഒന്നുമല്ല, എല്ലാം കണക്റ്റഡ് ആണ്. നോക്കൂ, ബജറ്റ് പരിഗണിക്കൽ, ചോദ്യോത്തരവേള തുടങ്ങിയ മാർഗങ്ങളിലൂടെ എക്സിക്യൂട്ടീവിനെയും ഇംപീച്ച്മെൻറ്റ് പോലുള്ളവയിലൂടെ ജുഡീഷ്യറിയെയും നിയന്ത്രിക്കുവാൻ പാർലമെൻറ്റിന് കഴിയും. നീതിന്യായ പുനരവലോകന അധികാരത്തിലൂടെ ജുഡീഷ്യറിക്ക് പാർലമെൻറ്റിനെയും എക്സിക്യൂട്ടീവിനെയും നിയന്ത്രിക്കാം. ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ, ദയാഹർജി പരിഗണിക്കൽ, ജഡ്ജിമാരുടെ നിയമനം, സ്ഥലം മാറ്റം പോലുള്ളവയിലൂടെ എക്സിക്യൂട്ടീവിന് പാർലമെൻറ്റിനെയും ജുഡീഷ്യറിയെയും ക്രിയാത്മകമായി നിയന്ത്രിക്കാം. കണ്ടോ, എല്ലാം പരസ്പരവുമായിട്ട് റിലേറ്റഡ് ആണ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇന്ത്യൻ ഭരണഘടന ജനാധിപത്യം എന്ന ഭരണ സംവിധാനത്തെയും മൂല്യത്തെയും അതിൻ്റെ രാഷ്ട്രസങ്കല്പങ്ങളിൽ ഉറപ്പിക്കുന്നു. അധികാര കേന്ദ്രീകരണം ഒഴിവാക്കാനും സ്വേച്ഛാധിപത്യ പ്രവണതകൾ തടയാനും ജനാധിപത്യം പരിപാലിക്കാനും വേണ്ടിയാണ് ഗവൺമെൻറ്റിൻ്റെ അധികാരം 3 ശാഖകൾക്കിടയിൽ വിഭജിച്ച് നൽകിയിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആശയങ്ങളും അഭിലാഷങ്ങളും ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങളും ദർശനങ്ങളും വ്യവസ്ഥാപിതമാക്കാനുള്ള ശ്രമങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ ശാഖകളിലൂടെ നമ്മുടെ രാഷ്ട്രം നടപ്പിലാക്കി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. ജസ്റ്റ് ഈ പോയിൻറ്റ്സ് എല്ലാം, അതായത് ഈ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭയുടെ ചുമതലകൾ, നീതിന്യായ വിഭാഗം, കോടതികൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ചാപ്റ്റർ വളരെ നല്ലൊരു ചാപ്റ്ററാണ്, പക്ഷെ പോയിൻറ്റ്സ് മാറിപ്പോവാതെ ശ്രദ്ധിക്കണം. എല്ലാവരും റിവിഷൻ നടത്തിയിട്ട് മനസ്സിൽ ഉറപ്പിക്കുക. അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരും. ഓക്കെ, താങ്ക് യു.